ഹലോ ഫാമിലി ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണം മഴയൊക്കെ ആയതുകൊണ്ടൊരു സ്പെഷ്യലായിട്ടൊരു സംഭവമാണ് മഞ്ജുവ സൂപ്പ്. നമുക്കപ്പോൾ മഴക്കാലത്തൊക്കെ ചൂടായിട്ട് കുടിക്കാൻ പറ്റിയ സംഭവമാണ് കേട്ടോ മഞ്ജുവ സൂപ്പ്. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് നോക്കാം മഞ്ജു സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ആദ്യം ഞാൻ ഗ്യാസിലല്ല കേട്ടോ, കറണ്ട് അടുപ്പിലാണ്. അപ്പോൾ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്തു. എന്നിട്ട് ഒരു ജിഞ്ചർ, ഗാർലിക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ സ്പ്രിങ് ഓണിയൻ ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒപ്പത്തിലിടണം കേട്ടോ. ഇതെല്ലാം നല്ലപോലെ അടി പിടിക്കാത്ത പോലെ ലൈറ്റായിട്ട് അങ്ങനെ ഇളക്കുക. അതിന് ശേഷം ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ച് ചിക്കൻ ഇതുപോലെ ഇടുക. ഒരുപാട് വലുപ്പമല്ല, ഒരു സ്മോൾ രീതിയിൽ കട്ട് ചെയ്ത ശേഷം ഇതിന് നല്ലപോലെ ഇങ്ങനെ ഇളക്കിയ ശേഷം ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച് ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ്, മഷ്റൂം ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് സാൾട്ട്, വെള്ളം ഇത് ഒക്കെ കൂടി ഇട്ട ശേഷം നല്ലപോലെ മിക്സ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ എല്ലാം 1 കപ്പിൻ്റെ അളവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം ഇപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് സൂപ്പ് വേണം പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അനുസരിച്ചിട്ടാണ് ഇതൊക്കെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വെള്ളം കാണുമ്പോഴറിയാം. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നന്നായി തിളപ്പിക്കണം. കുറച്ച് നമ്മൾ തിളയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി വെള്ളം കമ്മിയാവും. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് വേണം നമ്മളിവിടെ. ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട് 1 കപ്പ്, എല്ലാം 1 കപ്പായിട്ട് എടുത്തിരിക്കണം കേട്ടോ. എന്നിട്ട് വേറൊരു ബൗളിലേക്ക് റൈസ് പൗഡർ, വിനീഗർ, പെപ്പർ, സോയാ സോസ്, വാട്ടർ കുറച്ച് കേട്ടോ. വാട്ടർ ഞാൻ ഇടുമ്പോൾ തന്നെ കുറച്ച് ഒഴിക്കാൻ പറ്റുള്ളൂ, കാരണം നമ്മൾ ഒരുപാട് ഞാൻ ഉണ്ടാക്കില്ല, കുറച്ച് 2 കപ്പ് അനുസരിച്ചിട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതുപോലെ നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഈ തിളച്ചതിലേക്ക് നമ്മളിത് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ശേഷം നല്ലോണം തിളയ്ക്കണം. ഇതുപോലെ നല്ലപോലെ നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ഇതായി വിടും. പിന്നെ ഇതിൽ ഞാൻ ചില്ലി ആഡ് ചെയ്യേണ്ടത്, അത് ഓപ്ഷനിലാണ്. ചിലർക്ക് ഒരുപാട് പെപ്പറൊക്കെ ഇടുന്ന സമയത്ത് ഒരുപാട് എരിവുള്ളതുകൊണ്ട് ഇടുകയാണെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. എരിവിനനുസരിച്ചിട്ട് ഇതുപോലെ നല്ലോണം തിളച്ച് കുറുകണ ഒരു രൂപത്തിൽ, ഒരുപാട് ലൂസും അല്ല ഒരുപാട് ടൈറ്റും അല്ല, ആ രീതിയിൽ വേണം ഇതെടുക്കാൻ. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു മണവും ഒക്കെ ഉണ്ട്. ലാസ്റ്റ് സമയത്ത് നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് വെച്ച് സ്പ്രിങ് ഓണിയൻ എടുത്ത് വെച്ചിട്ട് ലാസ്റ്റ് ഇതിന് മേലെ കൂടെ ഇതേപോലെ കുറച്ചിങ്ങോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ. നല്ലോണം എന്നിട്ട് വേറൊരു ബൗളിൽ നമുക്ക് കുറച്ച് സെർവ് ചെയ്യാം. ഇതുപോലെ എൻ്റെ ഒരു സൂപ്പ് നിങ്ങൾ വീട്ടിൽ ടെസ്റ്റ് ചെയ്യുക. കുട്ടികൾക്കായാലും ഹസ്ബൻഡ് ജോലി കഴിഞ്ഞിട്ട് വരുമ്പോഴൊക്കെ നല്ലൊരു സൂപ്പാണ് കേട്ടോ. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നതാണ്. പിന്നെ ഞാനതിൽ ചെറുതായിട്ട് ഫ്രൈഡ് നൂഡിൽസ് ഇടുന്നുണ്ട്. ഇടണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. ഇഷ്ടമായാലും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.